രാജ്യത്താദ്യമായി സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കാൻ പോവുകയാണ്. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം ഇടവട്ടം ചിറക്കൽ സ്വദേശി ഷിബുവിന്റെ ഹൃദയമെടുക്കുന്നതിനുള്ള ശസ്ത്രക്രിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിലുള്ള നേപ്പാൾ സ്വദേശി ദുർഗയ്ക്കാണ് ഹൃദയം മാറ്റിവെക്കുന്നത്. അല്പസമയത്തിനകം ഹൃദയവുമായി ഡോക്ടർമാരുടെ സംഘം എറണാകുളത്തേക്ക് തിരിക്കും. അവയവം കൊണ്ടുപോകാനുള്ള എയർ ആംബുലൻസ് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ സജ്ജമായി നിൽക്കുന്നു. വിവരങ്ങളുമായി റഹീസ് റഷീദും ഗോപാൽ ഷീലാസനലും അലി അക്ബർ ഷായും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോകാം. ഗോപാൽ ഷീലാസനൽ, ശസ്ത്രക്രിയ അതിന്റെ അവസാന ഘട്ടത്തിലായിരുന്നു നമ്മൾ ഒടുവിൽ സംസാരിക്കുമ്പോൾ. തയ്യാറെടുപ്പുകളിലേക്ക് അവിടെ പുറത്ത് കടക്കുന്നുമുണ്ട്. എന്തായി ശസ്ത്രക്രിയയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? സുജയ, തയ്യാറെടുപ്പുകൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ ഒരു വശത്ത് ഈ കരൾ കൊണ്ടുപോകാനുള്ള കിംസ് ആശുപത്രിയുടെ ആംബുലൻസും മറുവശത്ത് തയ്യാറെടുപ്പുകൾക്കും സജ്ജീകരണങ്ങൾക്കും വേണ്ടി എത്തിയ അമൃത ആശുപത്രിയുടെ എറണാകുളം അമൃത ആശുപത്രിയുടെ ഡി ലെവൽ ICU ആംബുലൻസ്. ഇതിൽ ഏറ്റവും അവസാനം നമുക്ക് ലഭിക്കുന്ന വിവരം ഏത് സമയവും ഈ അവയവങ്ങളുമായി പുറത്തേക്ക് ഡോക്ടർമാർ വരാം എന്നുള്ളതാണ്. അതിന്റെ തയ്യാറെടുപ്പുകൾ ഇവിടെയും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലും എറണാകുളം ജനറൽ ആശുപത്രിയിലും പൂർത്തിയായിട്ടുണ്ട്. ഇനി ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ടുള്ള ഷിബുവിന്റെ ഹൃദയം അങ്ങോട്ടേക്ക് എത്തിക്കുക എന്ന ചടങ്ങ് മാത്രമാണ് ബാക്കിയായുള്ളത്. കൊല്ലം ചിറക്കര ഇടവട്ടം സ്വദേശി 47 വയസ്സുകാരനായ ഷിബു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വാഹനാപകടത്തിൽ പരിക്കേൽക്കുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുകയുമായിരുന്നു. ഒടുവിൽ കഴിഞ്ഞ ദിവസം ഷിബുവിന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതോടുകൂടി തന്നെ കുടുംബാംഗങ്ങൾ അവയവദാനത്തിന് സമ്മതം അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്കായി സമയം കാത്തു കഴിഞ്ഞിരുന്ന നേപ്പാൾ സ്വദേശിയായിട്ടുള്ള ദുർഗ കാമി എന്ന 22 വയസ്സുകാരിയായ പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഈ ഹൃദയം മാച്ചാവുമെന്ന് അറിയുകയും തുടർന്ന് ആ പെൺകുട്ടിക്ക് വേണ്ടി ഇത് നൽകാമെന്ന് തീരുമാനിക്കുകയുമായിരുന്നു. ഒടുവിൽ ഇന്ന് രാവിലെ 10 മണിയോടെ എറണാകുളം ജനറൽ ആശുപത്രിയിലെയും അമൃത ആശുപത്രിയിലെയും ഡോക്ടർമാരടങ്ങുന്ന സംഘം ഗോപാൽ ഷീലാസനലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷിബുവിന്റെ ഹൃദയം, ഷിബുവിൽ നിന്ന് ദുർഗയിലേക്കുള്ള ആ യാത്ര, അതിന്റെ സമയമാണിത്. റഹീസ് റഷീദ് നമുക്കൊപ്പം. റഹീസ് റഷീദ്, മെഡിക്കൽ കോളേജിന് പുറത്ത് ഇപ്പോൾ എയർ ആംബുലൻസ് എത്തി, എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി നിൽക്കുകയാണ്. എത്ര സമയമാണ് എടുക്കുക മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് എറണാകുളം ജനറൽ ആശുപത്രി വരെയുള്ള യാത്രയ്ക്ക്? സുജയ, 35 മിനിറ്റ് 40 മിനിറ്റ് സമയം കൊണ്ട് നമ്മൾ നിൽക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് എയർ ആംബുലൻസ് കൊച്ചിയിലേക്ക് എത്തും എന്നാണ് ഇവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു 40 മിനിറ്റാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഗോപാൽ നിൽക്കുന്ന ഈ ശസ്ത്രക്രിയ നടക്കുന്ന അവയവദാന മാറ്റം ഇത് നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് ഏതാണ്ട് ഒരു 5 മിനിറ്റിൽ താഴെയുള്ള സമയത്ത് എത്താൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള ഹെലികോപ്റ്ററിലുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ 1 മണിക്ക് മുമ്പായി ഇവിടെ നിന്ന് പറന്നുയരും എന്ന വിവരമാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 12:30ക്കും 1 മണിക്കും ഇടയിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഈ എയർ ആംബുലൻസിലേക്ക് ഹൃദയം എത്തിക്കാൻ കഴിയും എന്നാണ് ഇവിടെ ഹെലികോപ്റ്ററിനൊപ്പമുള്ള ക്രൂവിനോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉദ്യോഗസ്ഥരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഏതാണ്ട് 15-20 മിനിറ്റ് മുമ്പാണ് ഹെലികോപ്റ്റർ ഇവിടെ എത്തിയത്. ഇവിടെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ എല്ലാവിധ സജ്ജീകരണം, അതായത് ഇവിടെ ഹൃദയം കൊണ്ട് ഡോക്ടർമാർ എത്തിയാൽ മാത്രം മതി, മറ്റു നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 40 മിനിറ്റാണ് പരമാവധി ഇവർ കരുതുന്നത്. അതൊരു പക്ഷേ 35 മിനിറ്റ് കൊണ്ട് എറണാകുളത്ത് എത്താൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. ഏതു നിമിഷവും വരാം എന്നാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. 1 മണിക്ക് മുമ്പ് എന്തായാലും ഇവിടെ നിന്ന് പറന്നു വരും എന്നാണ് ഹെലികോപ്റ്ററിലുള്ള ക്രൂ പറയുന്നത്. സുജയ്, നമുക്ക് എറണാകുളത്തെ ഒരുക്കങ്ങൾ കൂടി നോക്കാം. അലി അക്ബർ ഷായുണ്ട്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ, സർക്കാർ ജനറൽ ആശുപത്രിയിലെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ അത് രാജ്യത്താദ്യം എന്നുള്ള ഒരു ചരിത്രത്തിലേക്കുള്ള കാത്തിരിപ്പാണ്. ഇവിടെ നിന്ന് അവയവുമായുള്ള പുറപ്പെടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഷിബുവിൽ നിന്ന് ദുർഗയിലേക്കുള്ള യാത്ര അതൊരു ചരിത്രത്തിന്റെ ഭാഗമായി ജനറൽ ആശുപത്രിയെ മാറ്റുകയല്ലേ അലി? സുജയ, തീർച്ചയായും ഇത് വളരെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ്. വലിയൊരു ആശ്വാസത്തിന്റെ വാർത്തയായിരുന്നു കോടതി വിധിയുടെ ഭാഗമായി ദുർഗയുടെ കേസിലുണ്ടായത്. പക്ഷേ ആശുപത്രിയെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര നിമിഷമാണ്. രാജ്യത്താദ്യമായി ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഈ നിലയിൽ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നു. അത് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ്. ഇവിടെ സജ്ജീകരണങ്ങളെല്ലാം ഈ പറഞ്ഞതുപോലെ പൂർണ്ണമാണ്. അവിടെ നിന്നും ഹൃദയം കൊച്ചിയിലേക്ക് എത്തിച്ചാൽ, എയർ ആംബുലൻസിൽ ഗ്രാൻഡ് ഹയാത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ വെറും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇവിടെ എത്തിയാൽ ശസ്ത്രക്രിയ തുടങ്ങേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഇവിടെ ഡോക്ടർമാരുടെ സംഘം സജ്ജമാണ്. ഡോക്ടർ ജോർജ് ആളുരാൻ
തമ്പിരാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ശസ്ത്രക്രിയ നടത്തുന്നത്. ഒരു വർഷമായി ഈ 21 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ദുർഗ ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയിട്ട്, പക്ഷേ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം മൂലം ഈ പൗരത്വം ഒരു പ്രതിസന്ധിയായി തുടർന്നതുകൊണ്ടാണ് ഇത്രയും നാൾ അനുയോജ്യമായ ഹൃദയം എത്തിയിട്ട് പോലും ഈ ശസ്ത്രക്രിയ നടത്താനോ ദുർഗയുടെ ആരോഗ്യാവസ്ഥ തിരിച്ചുപിടിക്കാനോ സാധിക്കാത്ത അവസ്ഥയുണ്ടായത്. പിന്നീടാണ് ദുർഗ ഹൈക്കോടതിയിൽ പോകുന്നത്. മനുഷ്യന്റെ ജീവന് തിരിച്ചുപിടിക്കാനുള്ള ഒരു ശ്രമത്തിൽ പൗരത്വം തടസ്സമാകരുത് എന്നതായിരുന്നു ദുർഗ സമർപ്പിച്ച ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. ഈ വാദം ഹൈക്കോടതി ശരിവെക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര നടപടികൾക്ക് വേണ്ട നിർദ്ദേശം സംസ്ഥാന സർക്കാരിനും കേസോട്ടോയ്ക്കും ഹൈക്കോടതി നൽകുകയായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആശ്വാസകരമായ ഒരു വാർത്ത നമുക്ക് പുറത്തുവിടാൻ കഴിയുന്നത്. അല്പസമയത്തിനുള്ളിൽ അവിടെ നിന്നും എയർ ആംബുലൻസ് ഉയർന്നു കഴിഞ്ഞാൽ ഇവിടെ ഗ്രാൻഡ് ഹയാത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ 8 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ ഇവിടേക്ക് ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. 3-3.5 കിലോമീറ്റർ മാത്രമാണ് ഇതിനിടയിൽ വരുന്ന ദൂരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞു. ദുർഗയുടെ അമ്മയും സഹോദരിയും സമാനമായ രോഗം ബാധിച്ചാണ് മരിച്ചത് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 24-ാം വയസ്സിലാണ് ദുർഗയുടെ സഹോദരി മരിക്കുന്നത്. ഇപ്പോൾ 22 വയസ്സിലേക്ക് എത്തുന്നു ദുർഗയുടെ പ്രായം. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യാവസ്ഥ വളരെ ഗുരുതരമാണ് എന്ന മെഡിക്കൽ റിപ്പോർട്ട് ജനറൽ ആശുപത്രിയിലെ ആദ്യ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്കായി ഹൃദയം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കുകയാണ്. കൊച്ചിയിൽ കാത്തിരിക്കുകയാണ് ദുർഗ പ്രതീക്ഷയോടെ.